ഏകദേശം അതോടൊരു സാമ്യമുള്ള വേറൊരു ശബ്ദമാണ്. ഉണ്ടായ ഉടനെ, അതായത് ഭൂമിയിലേക്ക് ജനിച്ച ഉടനെ ഒരു ശിശു അത് കരഞ്ഞു തുടങ്ങുന്ന ഒരു സമയം, അത് ആരെങ്കിലും ശ്രദ്ധിച്ചോടോ അറിയത്തില്ല. അത് പ്രകാരമാണ്. അപ്പം ജോക്കാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദൈവം വിചാരിച്ചു, വളരെയധികം എൻ്റെ സൃഷ്ടികളൊക്കെ വളരെ നന്നായിരിക്കുന്നു, ഒരു കാര്യം ചെയ്യാം, ഈ ഭൂമിയിൽ പോയിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്ന് കണ്ടു കളയാമെന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ദൈവം വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മനുഷ്യരെല്ലാം വളരെയധികം സന്തുഷ്ടരായിട്ട് കാണപ്പെട്ടു. അപ്പം ദൈവം വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭൂമിയിൽ പോയിട്ട് നോക്കിക്കളയാം, ഇവരെങ്ങനെ സന്തുഷ്ടരായിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് പുള്ളി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പം ഭൂമിയിൽ ഇറങ്ങി കഴിഞ്ഞ ശേഷം പുള്ളി പറഞ്ഞു, തൻ്റെ സൃഷ്ടികളോടൊക്കെ പറഞ്ഞു, എൻ്റെ സൃഷ്ടിയെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു, നിങ്ങൾ ഇത്രയധികം സന്തോഷമായിട്ട് കഴിയുന്നതിൻ്റെ രഹസ്യം എനിക്കൊന്നറിയണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഒരു കാര്യം ചോദിക്കും, അതനുസരിച്ച് നിങ്ങളൊന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു, ആ ശരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങളിൽ ഇത്രയധികം സന്തോഷമായിട്ട് കഴിയുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പം നിങ്ങളിൽ ഉള്ള ഈ ഭാര്യമാരുടെ നിയന്ത്രണത്തിലുള്ള ഭർത്താക്കന്മാർ, അവരുടെ ലൈൻ ഒന്ന് നിൽക്കണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള വീട്, അതിനെ പറ്റിയിട്ടും എനിക്കൊന്നറിയണം. ഭാര്യമാരുടെ നിയന്ത്രണത്തിലുള്ള വീടും ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള വീടും തമ്മിൽ എനിക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒരു കാര്യം ചെയ്യാം, നിങ്ങളിങ്ങനെ ഒരു ലൈനായിട്ട് നിന്നാൽ മതി. അപ്പം ലൈനായിട്ട് നിന്ന് കഴിയുമ്പോൾ ഏറ്റവും ആദ്യമേ നിൽക്കേണ്ട ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരുടെ നിയന്ത്രണത്തിൽ ഉള്ള ലൈന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പം ആ ലൈന് വളരെയധികം നീളമുള്ള ഒരു ലൈനാണ്. അപ്പോൾ അന്നേരത്തെ ദൈവം പറഞ്ഞു, വളരെയധികം മോശമായി പോയി, കാരണം പുരുഷന്മാരെയാണ് ഞാൻ ഏറ്റവും ആദ്യമേ ഭൂമിയിൽ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും നൽകി നിങ്ങൾക്ക് ഇണയായിട്ടാണ് നിങ്ങളുടെ തുണയെ ഞങ്ങൾ തന്നിരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നീളമുള്ളത് ഞാൻ എൻ്റെ സൃഷ്ടിയെപ്പറ്റി വളരെയധികം ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പുരുഷന്മാരുടെ നിയന്ത്രണത്തിലുള്ള വീട്ടിലുള്ള സ്ത്രീകൾ ഒരു ലൈന് ഒന്ന് ഫോം അപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം നോക്കുമ്പം ആകെ ഒരാൾ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒരാൾ മാത്രം നിൽക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ആശ്വാസം, ഒരാളെങ്കിലും ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് എൻ്റെ സൃഷ്ടിക്കനുസരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ചോദിച്ചോ, മകനെ, ഞാൻ നിന്നിൽ വളരെയധികം സന്തോഷനാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് എന്നോട് പറയാമെന്ന് ചോദിച്ചു. നേരം പള്ളി പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടു. അപ്പോൾ ഇസ്രായേലിൻ്റെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വളരെയധികം ആസ്വാദ്യകരമായ നിമിഷങ്ങൾ അവിടെ കടന്നു പോവുകയാണ്. കടന്നുപോയി കഴിയുമ്പം വല്യമ്മയ്ക്ക് ഒത്തിരിയധികം പ്രായമായി, മരുമകനാണ് ഇതിനെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്നത്. അപ്പം ചോദിച്ചു, വല്യമ്മ എല്ലാ സ്ഥലങ്ങളെല്ലാം കണ്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വളരെയധികം ക്ഷീണിതയായി വല്യമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവിടെ മരിച്ചു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പം മരുമകന് ഈ ബോഡി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു, ഇസ്രായേൽ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇവരെ അടക്കം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ $50 കൊടുത്താൽ മതി, പക്ഷെ തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് $5000 മുടക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി കുറച്ച് നേരം അധികം ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ധാരാളം പറഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുവന്ന് $5000 മുടക്കേണ്ടി വരിക, നിങ്ങൾക്ക് ഇവിടെ $50 അടക്കം ചെയ്താൽ വരെയെന്ന് ചോദിച്ചു. എന്നാലും പുള്ളി പറഞ്ഞു, അത് നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ ജോക്ക് എന്ന് പറഞ്ഞാൽ 2000 years ago one has died,
but after 3 days he has been raised from the death. So I don't want to take that risk again. എന്താണ് പറയുന്നത്? ഇപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളിവിടെ മരിച്ചായിരുന്നു. പുള്ളി 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഞാൻ ആ റിസ്ക് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചെന്റെ അമ്മായിയുടെ വീട്ടിൽ കൊണ്ടുപോകണം.